ഹലോ ഗൈസ്, വെൽക്കം ടു ശ്രീമാത്സ്. നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ കുറച്ച് ട്രിഗ്നോമെട്രിക് പ്രോബ്ലംസ് ചെയ്യാം. ട്രിഗ്നോമെട്രിയുടെ ഫോർമുലാസും പിന്നെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ടേബിളിലുള്ള വാല്യൂ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഉൾക്കൊള്ളുന്ന പ്രോബ്ലംസ് ചെയ്യാം. First question is, triangle ABC is a right triangle. Right angle at B. Right triangle at B. B എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. Right angle at B. And given that angle A equal to angle C. A equal to angle C. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബിയുടെ വാല്യൂ കാണുക. അത് കാണണമെങ്കിൽ നമുക്ക് ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എന്ന കണ്ടീഷനും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. In a triangle, angle A plus angle B plus angle C equal to 180 degree. 3 ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് 180 ഡിഗ്രി ആണ്. Given that angle B is right angle at B, അതായത് given that angle B is 90 degree. That is substituting the value. Angle A plus 90 degree plus angle C equal to 180 degree. Then angle A plus angle C equal to 180. ഉള്ളത് റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ -90 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി. ആൻഡ് ഗിവൺ ദാറ്റ് ആംഗിൾ യു ഹാവ് ഗിവൺ ദാറ്റ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. ഈ ആംഗിൾ രണ്ടും തുല്യവുമാണ്. അതിൻ്റെ സമ്മ് 90 ആണെങ്കിൽ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 45 ഡിഗ്രി വരും. ദാറ്റ് ഈസ് 90/2, അതിൻ്റെ ഹാഫ്. ആംഗിൾ എ ഈക്വൽ ടു 45 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ ടു 45 ഡിഗ്രി. ഗിവൺ ദാറ്റ് ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി. വൺസ് മോർ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇൻ എ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി, അതായത് ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ആൻഡ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഇത്രയും തന്നിട്ടുണ്ട്. അതായത് ആംഗിൾ ബി റൈറ്റ് ആംഗിളിലാന്ന് പറയുമ്പോൾ ആംഗിൾ ബിയുടെ വില 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾ മട്ടക്കോണം. ദാറ്റ് ഈസ് വി ഹാവ് ഫ്രം ലോവർ ക്ലാസ്സസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഹിയർ ദ ആംഗിൾസ് ആർ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 degree. Then given that angle B is a right angled angle, that is substituting angle B, angle A plus 90 degree plus angle C equal to 180 degree. That is angle A plus angle C equal to 180. ഇത് right side വരുമ്പോൾ -90. That is angle A plus angle C equal to 90 degree. Angle A plus angle C equal to 90 degree. And given that we have given that angle A equal to angle C. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വലും ആണ്. ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും കൂടെ സമ്മ് 90 വരുന്ന വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഹാഫ് വരും. 90ൻ്റെ ഹാഫ് വരും, തുല്യമായതുകൊണ്ട്. ദാറ്റ് ഈസ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 45 ഡിഗ്രി. It is 45 plus 45 ആണല്ലോ 90.
എന്ന് പറയുന്നത്. അതായത് തുല്യ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് ഈസ് ആൻഡ് ഗിവൺ ദാറ്റ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. ദെയർഫോർ ഇത് ഈക്വലും ആണ് 90 വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതാണല്ലോ. 45 പ്ലസ് 45 ഈക്വൽ ടു 90 ഡിഗ്രി. അതുകൊണ്ട് ആംഗിൾ എ ഈക്വൽ ടു 45 ഡിഗ്രി. therefore angle A equal to 45 degree, angle C equal to 45 degree and angle B equal to 90 degree. അപ്പോൾ 3 ആംഗിൾസും കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് തന്നിരിക്കുന്ന 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ചെയ്യാം. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആംഗിൾ എ ഈക്വൽ ടു 45 ഡിഗ്രി, angle C equal to 45 degree and angle B equal to 90 degree. The first question is sin A cos B plus cos A sin B, that is equal to ABC value apply ചെയ്യുക. Sin A cos C. Okay. Sorry, the first question is sin A cos C plus cos A sin C, that is equal to sin A sin 45 degree cos C cos 45 degree plus cos 45 degree sin 45 degree, that is equal to sin 45 ന്റെ വില 1/√2 1/√2 into 1/√2 plus cos 45 1/√2 is 1/√2 into 1/√2 equal to √2 into ചെയ്യുമ്പോൾ 2 വരും, half plus half equal to 1. Our answer is 1. Next, once more this question. We find out the values of A and C. Angle A equal to 45 degree, angle C equal to 45 degree and angle B equal to 90 degree. Then first question is sin A cos C and the value of sin A cos C plus cos A sin C. എക്കുള്ള വില 45, സിക്കുള്ള വില 45. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പ്രോബ്ലത്തിൽ. sin 45 ഡിഗ്രി ഇൻറ്റു കോസ് 45 ഡിഗ്രി പ്ലസ് കോസ് 45 ഡിഗ്രി ഇൻറ്റു sin 45 degree, that's equal to 1/√2 into 1/√2 plus 1/√2 into 1/√2 equal to 1/2 plus 1/2 equal to 1/2 കൂടെ നോക്കുമ്പോൾ ഹാഫ്. Then listen here. Given that triangle ABC is a right triangle, right angle at B, that means B equal to 90 degree. What is the value of right angle? 90 degree, angle B. And we know that in a triangle, angle A plus angle B plus angle C equal to 180 degree. Angle A plus angle B തന്നിട്ടുണ്ട് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ സി, ആംഗിൾ എ പ്ലസ് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് 90, ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 90 degree and we have given that angle A equal to angle C. Angle A equal to angle C, രണ്ട് ആംഗിളും തുല്യവും
90 ഡിഗ്രിയും വരണമെങ്കിൽ 45 വീതം വരണം. എ ഈക്വൽ ടു സി എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എ ഈക്വൽ ടു 45 ആംഗിൾ സി ഈക്വൽ ടു 45 ആൻഡ് ഗിവൺ ദാറ്റ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. ദെൻ പിന്നെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി ഗിവൺ ദാറ്റ് ആംഗിൾ ബി ഈസ് റൈറ്റ് ആംഗിൾഡ്, ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. വി ഹാവ് sum of angles of a triangle is 180 degree, that is we have given that 90 degree B. Substituting the value in this equation, angle A plus 90 degree plus angle C equal to 180 degree, that is angle A plus C equal to 90 right side 180 minus 90, this angle A plus angle C equal to 180 minus 90 90. Angle A plus angle C equal to 90 degree, and we have given in the problem that angle A equal to angle C, that is A equal to 45 degree, angle C equal to 40. 45 വന്നാലല്ലേ ഈക്വൽ ആയിട്ട് വരുന്ന 90 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അറിയാൻ. Angle A equal to 45 degree, angle C equal to 45 degree. We have to find out the value of first question, sin A cos C plus cos A sin C, that is sin 45 degree cos 45 degree plus cos 45 degree sin 45 degree equal to 1 by root 2. sin 45 cos 45 value 1 by root 2 ആണ്. 1 by root 2 into 1 by root 2 plus 1 by root 2 into 1 by root 2, that is root 2 into 2 ആകും. 1 by 2 plus 1 by 2, that's equal to 1. Next problem is find the value of sin A sin B plus cos A cos B. Here we have find out the angles. Angle A equal to 45 degree, angle B equal to 90 degree, and angle C equal to 45 degree. Then we can find the value of sin A cos B, sin A cos B അല്ല, sin A sin B plus cos A cos B. Then the second problem is once more sin A sin B plus cos A cos B equal to sin 45 into sin 90 plus cos 45 into cos 90 equal to sin 45 എത്രയാണ് 1 by root 2 sin 90യുടെ വില 1 plus cos 45 1 by root 2 cos 90 is 0, that's equal to 1 by root 2 plus 0, that is equal to 1 by root 2. 1 by root 2. Then sin A sin B plus cos A cos B. sin 45 യുടെ വാല്യൂ 45 ഉം ബിയുടെ വാല്യൂ 90. sin 45 sin 90 plus cos 45 cos 90, that is equal to sin 45 1 by root 2 into sin 90, sin 0 ആണ്, sin 90 1 ആണ്, അങ്ങനെ ഓർക്കാൻ പറ്റും, plus cos 45 1 by root 2 into cos 90 0, that's equal to 1 by root 2 plus 0 1 by root 2. Then once more, first question, in a right triangle ABC, right angle at B, given that angle A equal to angle C, and right angle at B means angle B equal to 90 degree. We have the sum of angles of a triangle, sum of angles.
പഠിച്ചിട്ടുണ്ട് താഴ്ന്ന ക്ലാസ്സുകളിൽ. ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾസ് എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ബി. ആംഗിൾ എ പ്ലസ് 90 ഡിഗ്രി, ബി 90 പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു, ഇതങ്ങ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 180 മൈനസ് 90. ദാറ്റ് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി. 180 90 പോകുമ്പോൾ വി ഗോട്ട് angle A plus angle C equal to 90 degree and we have given that angle A equal to angle C. One angle കാണാൻ എന്ത് ചെയ്താൽ മതി? 90 തുല്യ രണ്ട് എയും സിയും ഈക്വൽ ആണ്, അതുകൊണ്ട് 90 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 45. എ 45 ആണെങ്കിൽ സിയും 45 ആണ്. ആംഗിൾ എ ഈക്വൽ ടു 45 ആൻഡ് ആംഗിൾ സി ഈക്വൽ ടു 45. എ പ്ലസ് സി 90 ആണ്, അതുകൊണ്ട് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സിയും ആയതുകൊണ്ട് ആംഗിൾ എ 45 ഡിഗ്രി, ആംഗിൾ സി 45 ഡിഗ്രി. You have given that in right angled triangle ABC, angle right angled at B and angle A equal to angle C and angle B equal to 90 degree. Right angled at B എന്ന് പറഞ്ഞിട്ടുണ്ട്. We have studied from lower classes sum of all the three angles of a triangle is 180 degree. That is angle A plus angle B plus angle C equal to 180 degree. Angle A plus B യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റൈറ്റ് ആംഗിൾ അറ്റ് ബി, ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. ദാറ്റ് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു ഇത് ആർച്ചസിൽ പോയി 90 ഈക്വൽ ടു 180 മൈനസ് 90. ദാറ്റ് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ആംഗിൾ A equal to angle C, given that, given in the problem. That is 45 plus 45 ആണല്ലോ 90 ഈക്വൽ ആയിട്ട് വരുമ്പോൾ. Therefore, angle A equal to 45 degree and angle C equal to 45 degree. And we can do the problem. One problems. First, find the value of sin A cos C plus cos A sin C, that is equal to sin A, that is sin 45 degree into cos 45 plus cos A, cos 45 into sin 45, that is equal to 1 by root 2 into 1 by root 2 plus 1 by root 2 into 1 by root 2 equal to 1 by 2 plus 1 by 2 is equal to 1. Half കൂടെ ആകുമ്പോൾ 1. Sin A cos C plus cos A sin C. Substituting the value of A and C, we have to find out angle A equal to 45 degree, angle C equal to 45 degree, angle B equal to, given that, 90 degree. That is sin A cos C plus cos A sin C equal to sin A യുടെ വില 45, cos C യുടെ വില 45. രണ്ട് ഈക്വൽ ആണ്, 45 ആണെന്ന് കണ്ടുപിടിച്ചു. cos 45 sin 45, that is 1 by root 2 into 1 by root 2 plus 1 by root 2 into 1 by root 2, that is root 2 into ചെയ്യുമ്പോൾ 2 വരും, റൂട്ട് അങ്ങ് ക്യാൻസൽ ആകും. 1 by 2 plus 1 by 2 equal to 1. The next problem. Find out the value of angle A equal to 45 degree, angle C equal to 45 degree and given that angle B equal to 90 degree. Then next question is sin A, find the value of sin A sin B plus cos A cos B, that is equal to sin A യുടെ വാല്യൂ 45, B റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി, sin 45 sin 90 ഡിഗ്രി പ്ലസ് cos 45 ഡിഗ്രി cos 90 ഡിഗ്രി ഈക്വൽ ടു sin 45 എത്രയാണ് 1 by root 2 ഇൻറ്റു
sin 90 1 plus cos 45 1 by root 2 into cos 90 0. That is equal to 1 by root 2 plus 0 വരും. അതിൻ്റെ വാല്യൂ 1 by root 2. This is the answer. Then sin A sin B plus cos A cos B. എയുടെ വാല്യൂ 45, ബിയുടെ വാല്യൂ 90. Then sin A sin B equal to sin 45 degree sin 90 degree plus എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. cos A cos B cos 45 degree cos 90 degree equal to 1 by root 2 into 1 plus 1 by root 2 into 0 equal to 1 by root 2 plus 0, that is 1 by root 2. Next year. Next question. Find the acute angles A and B. Acute angle, obtuse angle, right angle. അത് പഠിച്ചിട്ടുണ്ട്, താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വേണം ഒന്നുകൂടെ പറയാം. Acute angles means angles less than 90 degree. 90 degree ആൾക്കാർ കുറവുള്ള 45, 30, 50, 58 less than 90 degree. അതിനാണ് acute angles എന്ന് പറയുന്നത്. 90 degree ആണെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഒബ്റ്റ്യൂസ് ആംഗിൾ. നെക്സ്റ്റ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രി കൂടുതലുള്ള 91 ഡിഗ്രി 92 94 അങ്ങനെ അങ്ങോട്ട് പോകും, അതെല്ലാം ഒബ്റ്റ്യൂസ് ആംഗിളാണ്. 90യിൽ കൂടുതൽ വരുന്നതെല്ലാം ഒബ്റ്റ്യൂസ് ആംഗിളാണ്. 90 ഡിഗ്രി റൈറ്റ് ആംഗിളാണ്. അക്യൂട്ട് ആംഗിൾ മീൻസ് angles less than 90 degree. Here find the values of acute angles A and B such that നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. sin A plus 2B is equal to root 3 by 2. sin A plus 2B is equal to root 3 by 2. ഈ സൈനിൻ്റെ ഏത് വാല്യൂ ആണ് റൂട്ട് 3 വരുന്നത് ടേബിളിലെന്ന് നോക്കണം. sin 60, ദാറ്റ് ഈസ് സൈൻ, അതങ്ങനെ തന്നെ എഴുതുന്നു, A plus 2B ഈക്വൽ ടു sin 60. ഇവിടെ രണ്ട് സൈഡിൽ sin 60യുടെ വില A plus 2B. അതായത് ഈ സൈനും അങ്ങ് ക്യാൻസൽ ആകും ഒരുപോലെ വരുമ്പോൾ. ദാറ്റ് ഈസ് A plus 2B ഈസ് ഈക്വൽ ടു 60 degree. Equation 1. Then in the question given that the condition find the acute angles A and B, sin A plus 2B equal to root 3 by 2. Then sin A plus 2B root 3 by 2 എന്ന് ടേബിളിൽ വരുന്നത് ഏത് ഡിഗ്രി ഏത് ആംഗിളിലാണെന്ന് നോക്കണം. sin 60ക്കാണ് root 3 by 2 വരുന്നത്. അതുകൊണ്ട് sin A plus 2B ഈക്വൽ ടു root 3 by 2 പകരം sin 60 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ സൈൻ നമുക്ക് ക്യാൻസൽ ആക്കാം. അപ്പോൾ A plus 2B ഈക്വൽ ടു 60 ഡിഗ്രി. നെക്സ്റ്റ് വേറൊരു കണ്ടീഷൻ. cos A plus 4B ഈക്വൽ ടു 0. That is similarly in this manner we can also find A plus 4B. cos A plus 4B ഈക്വൽ ടു കോസിൻ്റെ ഏത് വാല്യൂ ആ 0 വരുന്നതെന്ന് നോക്കണം. cos 90. ഈ കോസും കൂടെ ക്യാൻസൽ ആകും. A plus 4Bയുടെ വില 90 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ പറഞ്ഞ പോലെ A plus 4Bയുടെ വില 90 ഡിഗ്രി കിട്ടും. Then we have two equations. We have
two equations given sin a plus 2b equal to root 3 by 2, then sin a plus 2b equal to അത് സൈനിൻ്റെ ടേമിൽ തന്നെ എഴുതണം. ഏത് വാല്യൂ ആണ് സൈനിൻ്റെ ഏത് വാല്യൂ ആണ് റൂട്ട് 3 by 2 അത് എഴുതുക. റൂട്ട് 3 by 2 ദാറ്റ് ഈസ് സൈൻ 60. ഈ സൈന് ക്യാൻസൽ ആയാൽ നമുക്ക് എ പ്ലസ് 2b ആണ് 60 ഡിഗ്രി. സൈൻ 60 ഡിഗ്രിയുടെ വില സൈൻ എ പ്ലസ് 2b ആയാൽ ആ ആംഗിൾ ഈ ആംഗിളും സെയിം ആണ്. ദിസ് ഇക്വേഷൻ 1. കോസ് എ പ്ലസ് 4b ഈക്വൽ ടു 0 ഗിവൺ ദാറ്റ്. cos a plus 4b equal to cosൻ്റെ ഏത് വാല്യൂ 0 വരുന്ന 90 ഡിഗ്രി. ദാറ്റ് ഈസ് കട്ടിങ് ദീസ് ടു cos 90 ഡിഗ്രി വരുന്ന cos a plus 4b. then we have got two equations. ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. a പ്ലസ് 2b ഈക്വൽ ടു 60 ഡിഗ്രി, അത് ഇക്വേഷൻ 1. നെക്സ്റ്റ് a plus 4b equal to 90 ഡിഗ്രി, അത് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻസ് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച പേഴ്സ് ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ നമുക്ക് എയുടെയും ബിയുടെയും വില കിട്ടും. അക്യൂട്ട് ആംഗിൾസ് എയുടെയും ബിയുടെയും വാല്യൂ കാണാനാണ് പറഞ്ഞേക്കുന്നത്. then ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഇക്വേഷൻ 2ന്ന് 1 കുറയ്ക്കുക. അതായത് എന്ന് എ കുറച്ചാൽ 0 പ്ലസ് 4bന്ന് 2b കുറച്ചാൽ 2b. തിരിച്ച് വേണമെങ്കിലും കുറയ്ക്കാം, ഇപ്പോൾ മൈനസ് വരാതെ എളുപ്പത്തിന്. ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി. 2b ഈക്വൽ ടു 30 ഡിഗ്രി. therefore b ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 15 ഡിഗ്രി. ബി ഈക്വൽ ടു 15 ഡിഗ്രി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിൽ ഏത് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എയുടെ വാല്യൂ കിട്ടും. ഒരു ആൻസർ കിട്ടി, ബി കിട്ടി. എ പ്ലസ് 2b ഈക്വൽ ടു 60 ഡിഗ്രി. ഇത് ഫസ്റ്റ് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിയുടെ വാല്യൂ എ പ്ലസ് ദാറ്റ് ഈസ് എ പ്ലസ് 2 ഇൻറ്റു ബിയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 15 ഡിഗ്രി ഈക്വൽ ടു 60 degree. That is a plus 30 degree equal to 60 degree. It implies a equal to 60 degree minus 30 degree equal to 30 degree. We find the acute angles. Here the value of b is 15 degree. That is value of a is 30 degree. I have told you that the angles below 90 degree, that is 15 degree and 30 degree below 90 degree. They are called acute angles. Once more. Question: find the acute angles. Find the acute angles A and B. Acute angle means 90 degree corona angle. Angles less than 90 degree. Acute angles A and B. We have given that sin A plus 2b equal to root 3 by 2 and cos a plus 4b equal to 0. Then starting from this, sin a plus 2b equal to root 3 by 2, which implies sin a plus 2b equal to root 3 by 2 എന്ന സൈൻ്റെ ഏത് വാല്യൂ ആണ്? sin 60. sin a plus 2b equal to sin 60. then ഈ സൈനും ക്യാൻസൽ ആകും. അതായത് 60യുടെ വിലയാണിത്, ആംഗിൾ. ഈ ആംഗിളിൻ്റെ വില രണ്ടിടത്തും സൈൻ സെയിം വന്നല്ലോ. അതുകൊണ്ട് a plus 2b equal to 60 degree, equation 1. Next, given that cos
എ പ്ലസ് 4b ഈക്വൽ ടു 0 ഡിഗ്രി 0 കോസ് എ പ്ലസ് 2b ഈക്വൽ ടു 0. ഇനി കോസ് 0 ഡിഗ്രി അല്ല 0 കോസ് എ പ്ലസ് 4b കോസിൻ്റെ ഏത് ഡിഗ്രി വരുമ്പോഴാണ് 0 വരുന്നതെന്ന് ഓർക്കണം. ടേബിൾ പഠിച്ചാൽ അറിയാൻ പറ്റും. കോസ് 90 ദാറ്റ് ഈസ് കോസ് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ എ പ്ലസ് വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് 4b ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് ഈസ് എ പ്ലസ് 4b ഈക്വൽ ടു 90 degree. That is equation 2. Then for finding the acute angles A and B, we have two equations. The first equation is, for solving the two equations we get angles A plus 2B equal to 60 degree. Equation 1. A plus 4B equal to 90 degree. Equation 2. Equation 2 and equation 1 minus ചെയ്യുക. Subtracting equation 1 from equation 2, that is a minus a 0 plus 4b minus 2b, that is 2b equal to 90 degree minus 60 degree എത്ര വരും? 30 degree. 2b you have got a 2b equal to 30 degree. 2b equal to 30 degree implies b equal to 30 by 2 equal to 15. ബിയുടെ വില കണ്ടു. ബിയുടെ വില കണ്ടാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ പ്ലസ് 2b ഈക്വൽ ടു ബിയുടെ വാല്യൂ കിട്ടി ഈക്വൽ ടു 60 ഡിഗ്രി വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് 2 ഇൻറ്റു ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈക്വൽ ടു 60 ഡിഗ്രി. ദാറ്റ് ഈസ് എ പ്ലസ് 30 degree equal to 60 degree. That is A equal to 60 degree minus 30 degree equal to 30 degree. Okay, എയുടെ അക്യൂട്ട് ആംഗിൾ എയുടെ വാല്യൂം കിട്ടി, അക്യൂട്ട് ആംഗിൾ ബിയുടെ വാല്യൂം കിട്ടി. 50 degree and 13 degree. Degrees, values of degrees below 90 degree are called acute angles. Above 90 degree once more. Acute angles less than 90 degree. Obtuse angles, the angles in the preliminary angles greater than 90 degree. In 90 degree ആണെങ്കിൽ നമ്മളൊരു പേര് പറയും റൈറ്റ് ആംഗിൾ. 90 degree ആണെങ്കിൽ ഒരു പേര് പറയും റൈറ്റ് ആംഗിൾ. 90 degree റൈറ്റ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ ആംഗിൾസ് ലെസ് ദാൻ 90 degree, ഒബ്റ്റ്യൂസ് ആംഗിൾ ആംഗിൾസ് ഗ്രേറ്റർ ദാൻ 90 degree. Next, prove that 2 into cos square 45 plus tan square 60 minus 6 sin square 45 plus tan square 45 minus tan square 30 equal to 6 എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നോക്കാം. ഈക്വൽ ടു 6. ഇങ്ങനെ ഇത് പഠിക്കാൻ വേണ്ടി, ഇത് ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ടേബിൾസ് ബൈ ഹാർട്ട് ആക്കണം. 0 ഡിഗ്രി, 45 ഡിഗ്രി, 0 ഡിഗ്രി, 30 ഡിഗ്രി, 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇതെല്ലാം ബൈ ഹാർട്ട് ആക്കിയാൽ നമുക്ക് ആ ടേബിളിലെ വാല്യൂസ് വെച്ചിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.
ദെൻ ഇനി LHS തുടങ്ങാം. LHS തുടങ്ങിയിട്ട് RHS എത്തിച്ചേരണം. 2 ഇൻറ്റു cos square 45 പ്ലസ് tan square 60 മൈനസ് 6 ഇൻറ്റു sin square 45 മൈനസ് tan square 30. LHS വാല്യൂ കൊടുക്കാം. 2 ഇൻറ്റു cos 45ൻ്റെ വില 1/√2 പ്ലസ് tan 60യുടെ വില sin 60/cos 60 ദാറ്റ് ഈസ് √3 സ്ക്വയർ മൈനസ് 6 ഇൻറ്റു sin square 45 sin 45ൻ്റെയും cos 45ൻ്റെയും വില 1/√2 മൈനസ് tan square 30 tan square 30 tan 30യുടെ വില 1/√3 that is equal to 2 into 1/2 plus 3 minus 6 into √2 1/√2ൻ്റെ സ്ക്വയർ 1/√2 into 1/√2 √2 into √2 2 വരും മൈനസ് 6 into 1ൻ്റെ സ്ക്വയർ 1 √2ൻ്റെ സ്ക്വയർ 2 മൈനസ് 1/3 that is equal to 2 into 1/2 plus 6 മൈനസ് ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ 3 വരും 3 മൈനസ് 1/3 6 into 1/3 next once more 2 into 1/2 plus √3ൻ്റെ സ്ക്വയർ 3 1/√2 into 1/√2 √2 2 ആവും മൈനസ് 6 into 1/√2ൻ്റെ സ്ക്വയർ 1/2 മൈനസ് ടു 2 into 1/2 plus 2 into 3 minus 6 into 1/2 minus minus plus plus 6 into 1/3 equal to 1 plus 6 minus 3 plus 2 it is equal to 7 minus 3 plus 2 equal to 6. നമ്മൾ RHSലെത്തി. ഇത് വേണേൽ LCM കുറച്ചും കൂടെ ഈസി മെത്തേഡിൽ ചെയ്യാം. അത് പറഞ്ഞുതരാം. once more that is equal to LHS 2 cos square 45 plus tan square 60 minus 6 into sin square 45 മൈനസ് tan square 30 അതിൻ്റെ വാല്യൂ 6 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി നമ്മൾ ഓരോ വില കൊടുക്കുക. cos square 45 that is 1/√2 whole square പ്ലസ് tan 60യുടെ സ്ക്വയർ tan 60 മൈനസ് sin 45ൻ്റെ സ്ക്വയർ മൈനസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/√2ൻ്റെ സ്ക്വയർ 1/√2 ഇൻറ്റു 1/√2 1ൻ്റെ സ്ക്വയർ 1 √2 ഇൻറ്റു √2 2 പ്ലസ് √3ൻ്റെ സ്ക്വയർ √3 ഇൻറ്റു √3 3 മൈനസ് 1/√2ൻ്റെ സ്ക്വയർ പിന്നെ 6 ഇൻറ്റു minus 6 into once more 2 cos square 2 into cos square 45 plus tan square 60 minus 6 into
സൈൻ സ്ക്വയർ 45 മൈനസ് ടാൻ സ്ക്വയർ 30 LHS ഈക്വൽ ടു 2 ഇൻറ്റു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/√2 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ മൈനസ് 6 ഇൻറ്റു സൈൻ 45 സ്ക്വയർ മൈനസ് 1/√3 സ്ക്വയർ. LCM എടുത്താൽ കുറച്ചുകൂടെ എളുപ്പമാകും. 2 ഇൻറ്റു 1/2 പ്ലസ് 3 മൈനസ് 6 ഇൻറ്റു 1/2 മൈനസ് 3. 2 ഇൻറ്റു 1/2 പ്ലസ് 2 ഇൻറ്റു 3 മൈനസ് 6 ഇൻറ്റു ഇത് 3 മൈനസ് 2/6 ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 2. ഇത് കട്ട് ചെയ്യും ഇത് രണ്ടും കൂടെ. 1 പ്ലസ് 6 മൈനസ് 6 ഇൻറ്റു 1/6 that is 1 plus 6 is 7 minus 1 is equal to 6. That is equal to RHS. It is equal to RHS. Prove that 2 sin cos square 45 plus tan square 60 minus 6 into sin square 45 minus tan square 30 equal to 6. Then for finding starting from LHS 2 into cos square 45 plus tan square 60 minus 6 into sin square 45 minus tan square 60 equal to 2 into cos 45 ൻ്റെ വില അപ്ലൈ ചെയ്യുക. 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ tan 60യുടെ സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 1/√2 സ്ക്വയർ മൈനസ് 1/√3 സ്ക്വയർ 2 ഇൻറ്റു 1/2 പ്ലസ് 2 ഇൻറ്റു 3 മൈനസ് 6 ഇൻറ്റു ഇത് LCM എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും 1 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു ബൈ 6 ഈക്വൽ ടു 1 2 കട്ടായി പോകും ഇവിടെ LCM എടുക്കാൻ. 1 പ്ലസ് 2 ഇൻറ്റു 3 6 മൈനസ് 6 ഇൻറ്റു 1/6 ദാറ്റ് ഈസ് 6 കട്ടാവും. 1 പ്ലസ് 6 മൈനസ് 1 7 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഈക്വൽ ടു RHS. ഇനി ഇതിൻ്റെ ടേബിൾ നമ്മളിതിൻ്റെ വാല്യൂസിൻ്റെ ടേബിൾ അറ്റ്ലീസ്റ്റ് 90 വരെയെങ്കിലും 0 to 90 വരെയെങ്കിലും കാണാതെ പഠിച്ചിരിക്കണം. അത് നോക്കാം പെട്ടെന്ന്. ഈ ടേബിൾ നല്ല ചാർട്ട് പേപ്പറിലൊക്കെ എഴുതി സ്റ്റഡി റൂമിൽ വെക്കണം. നല്ല ക്ലിയറായിട്ട് ബൈ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിക്കത്തില്ല, അതുപോലെ ബൈ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, സൈനും കോസും ടാനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സീക്കും കൊസീക്ക് അതിൻ്റെ റെസിപ്രോക്കൽ അത് എഴുതാൻ എളുപ്പമാണ്.
കൊസീക് തീറ്റ, സീക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ. മെയിനായിട്ട് ഇത് മൂന്നും പഠിച്ചാൽ മതി. ഇത് ആംഗിൾസ് അതിവിടെ എഴുതുന്നത് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ഇത് നമ്മളൊരു ചാർട്ട് പേപ്പറിൽ എഴുതി തയ്യാറാക്കി സ്റ്റഡി റൂമിൽ വെച്ചിട്ട് എപ്പോഴും ഇത് ദിവസം എഴുതി നോക്കണം. അങ്ങനെ നമുക്ക് ട്രിഗ്നോമെട്രിക് പ്രോബ്ലംസ് ചെയ്യാൻ ഈസി ആയിരിക്കും. sin 0 0, sin 30 1/2, sin 45 1/√2, sin 60 √3/2, sin 90 1. ഈ 0യും 90യും തമ്മിലൊരിതുണ്ട്. sin 0 0 ആണ്. അത് നേരെ 0 1 നേരെ എതിര് വരും. sin 0 0, sin 90 1. ഇനി കോസിൻ്റെ അതുപോലെ കോസ് 0യും 90 എടുക്കുമ്പോൾ തിരിച്ചു വരും, 1 0 വരും. കോസ് 0 1 അത് 0 1 ആണെന്ന് ഓർത്തിരുന്നാൽ മറ്റേത് 0 ആണെന്ന് നമുക്ക് ഓർക്കാം. ഒന്നിൻ്റെ 0 1 ആണെങ്കിൽ അതിൻ്റെ 90 0, സൈൻ 0 0 ആണെങ്കിൽ 90 1, അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. ഇനി കോസ് 30 അത് തമ്മിൽ ഓർത്തിരിക്കാൻ സൈൻ 0 സൈൻ 60, സൈൻ 30 1/2, സൈൻ 60 √3/2. അത് നേരെ തിരിഞ്ഞു വരും കോസിൻ്റെ വരുമ്പോൾ. കോസ് 30 √3/2 ആൻഡ് കോസ് 60 1/2. അത് നേരെ തിരിയും. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. കോസ് 0യുടെ വില 1, അതാ ഒന്നിൻ്റെ വില 0 ആണെങ്കിൽ അടുത്ത 1 വരും. 0 സൈൻ 0 0 ആണെങ്കിൽ സൈൻ 90 1. ഇനി തിരിച്ചും വരും. കോസ് 0 1 ആണെങ്കിൽ കോസ് 90 0. ടാൻ 0 0. സൈനും കോസും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. സൈൻ 0/കോസ് 0 ഇറ്റ് ഈസ് 0. ഇനി ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. 2 2 ക്യാൻസൽ ആക്കിയിട്ട് 1/√3 കിട്ടും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണല്ലോ ടാൻ തീറ്റ. അപ്പോൾ അത് എളുപ്പമാണ്. അത് ബൈ ഹാർട്ട് ആക്കിയാൽ നല്ലതായിരിക്കും. ഇത് 1/√2. സൈൻ 45ഉം കോസ് 45ഉം 1/√2 ആണ്. അപ്പോൾ 1/√2 ബൈ 1/√2 1. ഇനി √3/2 ബൈ 1/2 ദാറ്റ് ഈസ് √3. tan 90 എന്ന് പറയുമ്പോൾ ഇത് 1/0 ദാറ്റ് ഈസ് നോ എനി ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ് ഓർ ഇൻഫിനിറ്റി. നോട്ട് ഡിഫൈൻഡ് ഓർ ഇൻഫിനിറ്റി. ഇനി ഇത്രയും കണ്ടു കഴിഞ്ഞാൽ കൊസീക്ക് എളുപ്പമാണ്. സൈനിൻ്റെ നേരെ റെസിപ്രോക്കൽ വരും. സൈൻ 0 0 ആണ്. അപ്പോൾ കൊസീക്ക് അതിൻ്റെ റെസിപ്രോക്കൽ 0 മീൻസ് 0/1, അതായത് 1/0 വരും. നോട്ട് ഡിഫൈൻഡ് ഇൻഫിനിറ്റി. ഇനി ഈ സൈനിൻ്റെ വില എല്ലാം തിരിച്ചിട്ടാൽ മതി. കൊസീക്കിൻ്റെ 1/2 എന്നുള്ളത് തിരിച്ചിടുക 2/1, 1/√2 എന്നുള്ളത് തിരിച്ചിടുക √2/1. 1 ആയതുകൊണ്ട് എഴുതണമെന്നില്ല. √3/2 എന്നുള്ളത് തിരിച്ച്. കൊസീക്ക് ഈസ് ദ സൈനും കൊസീക്കും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. സൈൻ ഈക്വൽ ടു 1/കൊസീക്ക് അല്ലെ കൊസീക്ക് ഈക്വൽ ടു 1/സൈൻ. റെസിപ്രോക്കൽസ് ആണ്. അതുകൊണ്ട് സൈനിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നേരെ തിരിച്ചിട്ടാൽ മതി. സീക്കും അതുപോലെ കോസിൻ്റെ റെസിപ്രോക്കലാണ്. 1ൻ്റെ റെസിപ്രോക്കൽ 1, 2/√3 2/1 നോട്ട് ഡിഫൈൻഡ് 0/1 1/0. എനി ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ് ഓർ ഇൻഫിനിറ്റി. ഇനി കോട്ടും അതുപോലെ എഴുതാൻ എളുപ്പമാണ്. ടാനിൻ്റെ റെസിപ്രോക്കലാണ് 0/1 1/0 ഇൻഫിനിറ്റി. 1/√3 തിരിച്ചിടുക √3/1. 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ. √3യുടെ 1/√3 ഇൻഫിനിറ്റിയിലെ 0.
ഈ ടേബിൾ നിങ്ങൾ ചാർട്ട് പോലെ തയ്യാറാക്കിയിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിക്കുമല്ലോ താഴ്ന്ന ക്ലാസ്സുകളിൽ, അതുപോലെ ഇത് ദിവസവും എഴുതി നോക്കണം. ബൈ ഹാർട്ട് ആകുന്നത് വരെ എഴുതി നോക്കണം. എഴുതി നോക്കിയിട്ട് ദിവസം എഴുതി നോക്കിയാൽ അത് മനസ്സിൽ നല്ലപോലെ അങ്ങ് പതിയും. നല്ല ക്ലിയറായിട്ട് പറയാൻ പറ്റും, എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റും. അന്നേരം നമുക്ക് ട്രിഗ്നോമെട്രിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. ടേബിൾ നോക്കിയാലേ ചെയ്യാൻ പറ്റൂ, എഴുതി വെച്ചിട്ട് നോക്കിയാലേ ചെയ്യാൻ പറ്റുമെന്നില്ല. ഇത് ബൈ ഹാർട്ടാക്കുക ഈ ടേബിൾ. വൺസ് മോർ, ആംഗിൾസ് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. അറ്റ്ലീസ്റ്റ് ഇത്രയും വരെയെങ്കിലും പഠിക്കണം. 11 ഹയർ ക്ലാസ്സിലൊക്കെ 90 കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള ആംഗിളുകളൊക്കെ പഠിക്കുന്നുണ്ട്. 180, 270, 360. ഇവിടെ 10th ഇപ്പോൾ ഇത്രയും അത്യാവശ്യം പഠിക്കുക. sin 0, 0, sin 30, 1/2, sin 45, 1/√2, sin 60, √3/2, sin 90, 1. ഈ 0യും 1ഉം തമ്മിലൊരു ഇതുണ്ട്. sin 0, 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ sin 90 ഒന്ന് 0യും ഒന്ന് 1ഉം ആയിരിക്കും. കോസിൻ്റെ നേരെ തിരിച്ചു വരും. കോസ് നേരെ തിരിച്ച് വരും. 1 cos 0, 1 cos 90, 0. അത് ആ റിലേഷൻ ഓർത്തിരുന്നാൽ എളുപ്പമാണ്. അതേപോലെ cos 45ഉം sin 45ഉം സെയിം ആണ്, 1/√2 ആണ്. അങ്ങനെ കുറേ ട്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നാൽ എളുപ്പമാണ്. ഇത് രണ്ടും സൈൻ ബൈ കോസ് സെയിം ആയതുകൊണ്ട് അത് 1/√2 / 1/√2, 1 tan. ഇനി sin 30 cos 60, അത് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് എടുത്താൽ മതി. sin 30 1/2, sin 60 √3/2. കോസിൻ്റെ നേരെ വരുമ്പോൾ നേരെ തിരിഞ്ഞു വരും. sin 30യുടെ വില cos 60ക്ക് വരും. sin 60യുടെ വില cos 30ക്കും വരും. 30, 60 തമ്മിൽ സൈനും കോസും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. നേരെ തിരിഞ്ഞു വരും. ഇപ്പോൾ ഒന്നിൻ്റെ വില പഠിച്ചാലും മറ്റേത് എളുപ്പമാണ്. sin 30 1/2, 60 √3/2 എന്ന് ഓർത്താൽ കോസ് നേരെ തിരിച്ചാന്ന് മനസ്സിലോർത്താൽ മതി. സൈനും കോസും ഉണ്ടെങ്കിൽ ടാന്. അപ്പോൾ സൈൻ ബൈ കോസ് 0/1, 0, 1/2 √3/2, സൈൻ ബൈ കോസ് ഇറ്റ് ഈസ് 1/√3, 1/√2 / 1/√2, 1 ഇത് √3, 1/0. ഇൻഫിനിറ്റി. എനി ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 0 ഈസ് ഇൻഫിനിറ്റി, നോട്ട് ഡിഫൈൻഡ്. ഈ കൊസിക് തീറ്റ കാണാൻ എളുപ്പമാണ്. സൈൻ്റെ നേരെ എതിര് 0/1, 1/0, നോട്ട് ഡിഫൈൻഡ്. ഇത് തിരിച്ചിടുക. റെസിപ്രോക്കൽ ആണല്ലോ സൈൻ്റെ. 2, 1/√2, 2, 2/√3. 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ. സീക്ക് തീറ്റ അതുപോലെ കോസിൻ്റെ റെസിപ്രോക്കലാണ്. 1ൻ്റെ 1 √3/2, അത് തിരിച്ചിടുക. 2/√3, 1/√2, √2/1, 1/2, 2/1 ആൻഡ് 0/1, 1/0, നോട്ട് ഡിഫൈൻഡ്. കോട്ട് തീറ്റ ഈക്വൽ ടു ടാനിൻ്റെ റെസിപ്രോക്കലാണ്. 0/1, 0, അതായത് 1/0 തിരിച്ചിടുമ്പോൾ നോട്ട് ഡിഫൈൻഡ്, ഇൻഫിനിറ്റി. ആൻഡ് 1/√3, √3/1. 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ. ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. √3യുടെ 1/√3, ഇൻഫിനിറ്റിയുടെ 0. ഈ ടേബിള് ചാർട്ട് പേപ്പറിലൊക്കെ നല്ല കളർഫുൾ സ്കെച്ചൊക്കെ വെച്ചിട്ട് നല്ല വലിപ്പത്തിൽ വരച്ചെഴുതിയിട്ട് സ്റ്റഡി റൂമിൽ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ദിവസവും അത് കണ്ടെഴുതി നോക്കുക. ഒരു 6-7 ദിവസം കണ്ടെഴുതി നോക്കുമ്പോൾ മനസ്സിലങ്ങ് പതിയും, നല്ല ബൈ ഹാർട്ടാകും. എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ ടേബിൾ പഠിക്കുന്ന കാര്യം മറക്കണ്ട, നന്നായിട്ട് പഠിക്കണം. അന്നേരം നമുക്ക് ട്രിഗ്നോമെട്രിക് പ്രോബ്ലംസൊക്കെ എളുപ്പം. ദിവസം ഒരു 6-7 ദിവസം എഴുതി നോക്കിയാൽ മതി. എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിയും. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറെ ഫലപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ക്ലാസ് വളരെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.